ഇതാണ് നമ്മുടെ ദഹാബി മന്തി. ദഹാബി മന്തി കൂടാളിയിൽ മാഷാ അല്ലാഹ്. ഇതിനൊരു സംഭവമുണ്ട്. അരിയത്ത് നമ്മളെ ജുമാ മസ്ജിദ് കൂടാളിൻ്റെ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇവിടെ വന്ന് കഴിച്ചോ. കൂടാളിൻ്റെയും കാരോടിൻ്റെയും നടുക്കായിട്ട് വരും. അതുകൊണ്ട് എല്ലാവർക്കും ലൊക്കേഷൻ ഇവിടെ വന്ന് കഴിച്ചിട്ട് നോക്ക്. സത്യമായിട്ട് അത്രക്കും ടേസ്റ്റാണ്. ഞാൻ ആത്മാർത്ഥതയോടുകൂടിയാണ് പറയുന്നത്. ഇവിടെ വീണ്ടും വീണ്ടും വരും. അതുപോലെ തന്നെ നമ്മൾ പലതരം ടീ ഉണ്ട് ഇവിടെ സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. മേലെല്ലാം താലുമായിട്ട് മാഷാ അല്ലാഹ്. കുട്ടികളിൽ നിന്ന് പാന് വരെയെന്ന് ഇവിടുത്തെ മന്തി കഴിക്കാൻ മാഷാ അല്ലാഹ്. എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളൂ, ഞാൻ പറയുന്ന ഒന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് ഈ നാട്ടിൽ വന്നിട്ട് കാനിലോട് കൂടാളി അവരെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ പറ, ഞാൻ എൻ്റെ ഭാര്യ പോയതിനു ശേഷം ഞാനും എൻ്റെ കുട്ടികളും ഇവിടെ തന്നെയാണ്. ചിലപ്പോൾ ചേട്ടത്തി തരല് കൈക്ക് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇവർ എനിക്ക് നല്ല കൂടുതൽ തരും. അതൊരു വലിയ സംഭവം തന്നെ. മക്കൾക്ക് പിന്നെ ഇവിടെ തന്നെ വരണം. ഇതാ കാണുന്നില്ലേ. ഇപ്പൊ ദഹാബിയിലാ ഉള്ളത്. നമ്മളെ കാനിലോട് ദഹാബിയിലെ മന്തിനെ കുറിച്ചിട്ട് രണ്ട് അഭിപ്രായങ്ങള് നമുക്ക് എന്താ അഭിപ്രായം? അടിപൊളി മന്തി, സൂപ്പർ മന്തി. ചിക്കനും പൊടിയല്ലേ ഇരുട്ടിനെ വരുന്ന. അപ്പൊ എല്ലാവരും ഒന്നും പറയാനില്ല, എല്ലാരും ദഹാബിലേക്ക് വരിക, മന്തി കഴിക്കാം. സൂപ്പർ മന്തിയാണ്. സൂപ്പർ മന്തി. അടിപൊളി മന്തി. സൂപ്പർ മന്തി. നമ്മൾ ദമാമിന്നെല്ലാം കഴിക്കുന്ന പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ഓണർക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ തിരക്ക് കാണുമ്പോ സന്തോഷമേ ഉള്ളൂ. നമ്മുടെ സുഹൃത്താണ്. ഏത് സമയത്ത് എത്തിക്കും എല്ലാം ചെയ്യും. എനിക്ക് മാത്രമല്ല, എല്ലാവരും ഒരുപോലെ. സുഹൃത്തിൽ നിന്നുള്ള ബന്ധം വേറെ. ഓക്കെ, വളർച്ച എപ്പോഴും ഉണ്ടാകട്ടെ. Mm-hmm.